മഞ്ഞ് മൂടിയിരിക്കുന്ന മലകൾ, യൂറോപ്പിനെ വെല്ലുന്ന പുൽത്തകിടികൾ, വേറിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കാഴ്ചകൾ, ഹൗസ് ബോട്ടിലുള്ള ലൈഫ്, ഷിക്കാരയിലുള്ള യാത്രകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരു അനുഭവമായിരിക്കും. എവിടെയാണെന്നറിയണ്ടേ? യെസ്, ദി ബ്യൂട്ടിഫുൾ കാശ്മീർ. ദർ ഇസ് നോ വണ്ടർ വൈ ഇറ്റ് ഈസ് കോൾഡ് ദി ഹെവൻ ഓൺ എർത്ത്. ഫസ്റ്റ് നൈറ്റ് വി സ്പെൻറ്റ് ഇൻ ദി ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ട് ലേക്കിൽ തന്നെ, ദാൽ ലേക്കിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിൽ ഓണർ താമസിക്കും, അതിൻ്റെ മറ്റൊരു സൈഡിൽ ഗസ്റ്റ് റൂമാണ്, അവിടെ നമ്മൾ താമസിക്കും. ദേ വിൽ ഈവൻ സെർവ് ദി ഫുഡ് ഇഫ് യു റിക്വയർ. നേരം വെളുക്കുമ്പോൾ അതിൻ്റെ ഓണർ ആ ബോട്ടിൽ തന്നെ ഇരുന്ന് മീൻ പിടിക്കുന്നതും ചൂണ്ടയിടുന്നതും ഒക്കെ കാണാൻ വളരെ രസകരമായ ഒരവസ്ഥയാണ്. രാത്രി കാലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ധാരാളം ബോട്ടുകൾ ഡാൽ ലേക്കിലുണ്ട്. ഈ ബോട്ടിൽ നിന്നൊക്കെ രാത്രിയിൽ നിന്നുള്ള വെളിച്ചം കൊണ്ട് ഈ ബോട്ട് എല്ലാം കൂടെ നമുക്ക് ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ബട്ട് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ ദി ഈവനിങ് ടു സീ ഓൾ ദോസ് ബോട്ട്സ് പാർക്ക് ദെയർ ലൈറ്റഡ് ഇൻസൈഡ്. ദാറ്റ്സ് എ വണ്ടർഫുൾ സൈറ്റ്. തണുത്ത കാറ്റും കുത്തി ഒഴുകുന്ന വെള്ളച്ചാലുകളും മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും പ്രകാശം ഏറ്റ് വെട്ടി സിൽവർ പോലെ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള മലകൾ, ഇതെല്ലാം കാശ്മീരിൻ്റെ തീർച്ചയായിട്ടും പ്രത്യേകതയാണ്. ഇതുകൂടാതെ നമുക്ക് മലകളിലേക്ക് പോകാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന ചില മലകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ യാത്ര ചെയ്യുന്നതിന് നമുക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്യാം, പക്ഷേ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്. അന്നേരം നമുക്ക് കുതിരകളെ ആശ്രയിക്കാം. കുതിരകളിലെ മുകളിൽ നമ്മൾ ഇരുത്തി അവർ കുതിരയെ പിടിച്ചുകൊണ്ട് നമ്മളെ മുകളിലേക്ക് കയറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്നോയിൽ കളിക്കുവാനുള്ള സൗകര്യങ്ങൾ, ധാരാളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് ആർ ദെയർ. മുകളിലിരുന്ന് താഴേക്ക് ഉരുണ്ട് വരുന്നതായിട്ടുള്ള സ്കേറ്റിംഗ് റോളേഴ്സ്, ഒറ്റയ്ക്കും ഫാമിലിയായിട്ടും വരാനുള്ള സൗകര്യങ്ങളുണ്ട്. വളരെ സേഫായിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നാണ് അവിടെ. അതിൽ ഞാൻ ട്രൈ ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൾസോ. ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് അവിടുത്തെ ദാൽ ലേക്കാണ്. ദാൽ ലേക്കിലേക്ക് ധാരാളം വിസിറ്റേഴ്സ് വരും. ഒരു പക്ഷേ നിങ്ങൾ ഈ വിൻ്റർ ടൈമിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് സ്നോ ആയിരിക്കും. അല്ലാത്ത സമയത്ത് ഈ ഷിക്കാരയും സ്നേക്ക് ബോട്ട്സും ഹൗസ് ബോട്ട്സും ധാരാളം വിസിറ്റേഴ്സിനെ കൊണ്ട് ചുറ്റിക്കറങ്ങുന്നത് കാണാൻ നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കൂടാതെ നമ്മളെ ബോട്ടിലേക്ക് തന്നെ പലരും ഈ ഫുഡ് ഐറ്റംസ് വിൽക്കാനായിട്ട് ഷിക്കാരയിൽ വരും. നമുക്കിഷ്ടമുള്ള ഐറ്റംസ് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഫ്രഷായിട്ട് ഹോട്ടായിട്ടുള്ള ഐറ്റംസ്, ചിക്കനും ഫിഷും ഒക്കെ അവിടെ കൊണ്ടുവരും. നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ വിൽ ബി സെർവ്ഡ് റൈറ്റ് ഓൺ ടു ദി ബോട്ട് ഇറ്റ് സെൽഫ്. കാശ്മീരിലെ വേറെ പല കാഴ്ചകളുമുണ്ട്. മുഗൾ ഗാർഡൻസ്, ദാൽ ലേക്ക്, ചുറ്റും ഒരു വാക്കിങ്, ഷിക്കാര ബോട്ടിലൊരു യാത്ര, കാശ്മീർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അവസരം. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. ദറ്റ് ക്യാൻ ബി ഡെപ്പിക്റ്റഡ് വിത്ത് ദി ഡ്രസ് ഇറ്റ് സെൽഫ്. പിന്നെ വൂളൻ ഡ്രസ്സസ്, ഷീറ്റ്സ്, കാർപ്പറ്റ്സ് ഒക്കെ വാങ്ങിക്കാനുള്ള കടകളും ധാരാളമുണ്ട്. ദിസ് ഈസ് മൈ സെക്കൻഡ് വിസിറ്റ്. ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ സ്ഥലത്തേക്ക് ഒന്നുകൂടി വരണം. ഇത് ഫാമിലി കൂടെയുള്ള യാത്രയായിരുന്നു. എൻ്റെ കൂടെ ഷീലയും വിവിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹൗസ് ബോട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഹൗസ് ബോട്ടുകൾ, ഭക്ഷണ രീതികൾ, ഡിഫറെൻ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെയും അതൊരു വേറിട്ട ഒരു സെപ്പറേറ്റായിട്ടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഐ ഹാഡ്.